ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്ട്സും അല്ലേ, അതുപോലെ തന്നെ ചില കാൽക്കുലേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കിയിരുന്നു. നമ്മൾ ഇന്നൊരു ഇതിൻ്റെ ഒരു പ്രോബ്ലം സൊല്യൂഷനിലേക്ക് വരികയാണ്. ക്ലിയർ? സോ ഹൗ വി ക്യാൻ പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ സിലബസ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സിലബസിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും കൊടുത്തിട്ടില്ല. നമ്മളെ സമയത്തോളം സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് മാത്രമാണ്. ദാറ്റ് ടു വിത്തൗട്ട് എനി അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ഇപ്പോൾ സാധാരണ ഇതിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒട്ടനവധി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ മാത്രമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. സ്റ്റെപ്സ് ഫോർ കൺസോളിഡേഷൻ. ഇത് നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമ്മൾ പറയുന്നു. ക്ലിയർ? സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ കൺസോളിഡേഷൻ? നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, കൺസോളിഡേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ക്ലിയർ? സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ഫോളോ? ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. നമ്പർ 1, ഐഡൻറ്റിഫൈ ദ പാരൻ്റ് ആൻഡ് സബ്സിഡറി കമ്പനീസ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാരൻ്റ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ? സോ വി നീഡ് ടു ഐഡൻറ്റിഫൈ പാരൻ്റ് ആൻഡ് സബ്സിഡറി കമ്പനീസ്. ക്ലിയർ? റൈറ്റ്. അപ്പോൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് തന്നിട്ടുണ്ടാവാം അല്ലേ, അല്ലെങ്കിൽ എച്ച് ലിമിറ്റഡ്, എസ് ലിമിറ്റഡ് തന്നിട്ടുണ്ടാവാം. ക്ലിയർ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പേര് നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു പ്രോബ്ലത്തിൽ എ പാരൻ്റ് ആയിരിക്കും, വേറൊരു പ്രോബ്ലത്തിൽ ബി ആയിരിക്കും പാരൻ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കരുത്. കാരണം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. വിച്ച് കമ്പനി അക്വയർസ് ദ ബിസിനസ് ഓഫ് അനദർ കമ്പനി? ഏത് കമ്പനിക്കാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്, ഏത് കമ്പനിയുടെ ഷെയർസാണ് മറ്റേ കമ്പനി വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു പാരൻ്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആരാണെന്ന് നിശ്ചയിക്കാൻ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി അല്ല എങ്കിൽ ബാക്കിയുള്ള കമ്പനി എന്താ? സബ്സിഡറി കമ്പനി ആയിരിക്കും. അപ്പോൾ ഹോൾഡിങ്ങും സബ്സിഡറിയും. അപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്സിഡറീസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ സബ്സിഡറി കമ്പനികളുടെ ഡീറ്റെയിൽസ് നോക്കണം. സോ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്നും ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി. ക്ലിയർ? പാരൻ്റ് കമ്പനി ആരാണ്, സബ്സിഡറി കമ്പനി ആരാണെന്ന് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നമ്പർ 2, രണ്ടാമത് ചെയ്യണം, ഐഡൻറ്റിഫൈ ദ പെർസെൻറ്റേജ് ഓഫ് കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അല്ലേ? ഇനി ഹോൾഡിംഗ് കമ്പനി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ? കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര ശതമാനം ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് കൺട്രോളിങ്. ക്ലിയർ? അല്ലെങ്കിൽ കൺട്രോളിങ് പോർഷൻ. അപ്പോൾ കൺട്രോളിങ് പോർഷൻ എത്രയുണ്ടെന്ന് നമ്മൾ നോക്കണം. എങ്ങനെയാണ് നോക്കുക? ചിലപ്പോൾ പാരൻ്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് നോക്കിയിട്ട് അല്ലേ എത്ര ഷെയർസ് പാരൻ്റ് കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അക്വയർ ചെയ്യാത്ത ഷെയർ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റിനിൽ തന്നെ തരാം, പാരൻ്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ഹോൾഡ്സ് 80% ഓഫ് ദി ഷെയർസ് ഇൻ സബ്സിഡറി. അപ്പോൾ പിന്നെ 80% അതിൽ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതർവൈസ് പെർസെൻറ്റേജ് തന്നിട്ടില്ല എങ്കിൽ, കൺട്രോളിങ് പെർസെൻറ്റേജ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നും വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുക? അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കുക. ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഷെയർസ് ഇൻ സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ അവിടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഷെയർ ക്യാപിറ്റൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ അതനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. സോ നമ്പർ ഓഫ് ഷെയർസ് ഇൻവെസ്റ്റഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ സബ്സിഡറി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെർസെൻറ്റേജ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ നോക്കുക. ക്ലിയർ? എന്താ ഡേറ്റ് ഓഫ് അക്വിസിഷൻ? നമുക്കറിയാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ ഒരു കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷനാണ് എന്ത്? കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ക്ലിയർ? അപ്പോൾ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന റിസർവ്സ്, സർപ്ലസ്, പ്രോഫിറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ 2 പോർഷനായിട്ട്
സ്പ്ലിറ്റ് ചെയ്യണം. എന്തൊക്കെയാണത്? ഒന്ന് പ്രീ അക്വിസിഷൻ പീരീഡ് എന്നും വേറൊന്ന് പോസ്റ്റ് അക്വിസിഷൻ പീരീഡും. അപ്പോൾ ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം? അക്വിസിഷൻ്റെ ഡേറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രോബ്ലത്തിൽ തന്നെ ചിലപ്പോൾ ഡേറ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുണ്ടാവും. ഇനി അഥവാ തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ വേറെ തന്നിട്ടുണ്ടാവും. അക്വിസിഷൻ്റെ ഡേറ്റിൽ ഇത്രയായിരുന്നു റിസർവ്സും സർപ്ലസ് ഉള്ളത്, ക്യാപിറ്റൽ ഇത്രയായിരുന്നു എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻഫർമേഷൻ എടുത്താൽ മതി. എനിവേ തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ നോക്കണം. ക്ലിയർ? ഡേറ്റ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അക്വിസിഷൻ നോക്കണം. ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് അക്വയർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ഇയറിലെ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റിനെ തന്നെ എന്ത് ചെയ്യണം? വി നീഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു പ്രീ അക്വിസിഷൻ പീരീഡ് ആസ് വെൽ ആസ് പോസ്റ്റ് അക്വിസിഷൻ പീരീഡ്. രണ്ടായിട്ട് തരംതിരിക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ഉണ്ടെങ്കിൽ എടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ ഈ താഴെ ഈ വിവരങ്ങളൊക്കെ എടുത്ത് എഴുതണം. എന്തൊക്കെ ചെയ്യണം? ഹോൾഡിംഗ്, ക്ലിയർ, സബ്സിഡറി ഇന്ന കമ്പനിയുടെ പേര് എഴുതി, കൺട്രോളിങ് പെർസെൻറ്റേജ് എഴുതി. അപ്പോൾ 100 മൈനസ് അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നോൺ കൺട്രോളിങ് പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ? അടുത്ത് എന്ത് ചെയ്യുന്നു? ഡേറ്റ് ഓഫ് അക്വിസിഷൻ എടുത്ത് എഴുതി. ക്ലിയർ? ദെൻ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് സ്പ്ലിറ്റ് ഇറ്റ് ബിറ്റ്വീൻ കൺട്രോളിങ് പോർഷൻ ആൻഡ് നോൺ കൺട്രോളിങ് പോർഷൻ. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അക്വിസിഷന് മുമ്പുള്ള ലാഭം അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യണം. അപ്പോൾ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും. ക്ലിയർ? ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ക്ലിയർ, ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് സബ്സിഡറി കമ്പനി അമൗണ്ടിങ് ടു റുപ്പീസ് ദിസ് മച്ച്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നെ എടുക്കാം. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയിട്ട് അല്ലേ, ആ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിനെന്ത് ചെയ്യണം? അതിനനുസരിച്ച് എത്ര 6 മാസത്തേക്കാണ് നമ്മൾ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ചെയ്തിരിക്കുന്നത്. 6 മാസത്തിന് ശേഷമാണെങ്കിൽ 6 മാസം വരെയുള്ള പ്രോഫിറ്റിനെ എന്താക്കി എടുക്കണം? 3 മാസം കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ടാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ 3 മന്ത്സ് പ്രോഫിറ്റിനെ എന്താക്കി എടുക്കണം? പ്രീ അക്വിസിഷൻ ആക്കി എടുക്കണം. ഇങ്ങനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് റിസർവ്സിൻ്റെ എടുക്കണം, സർപ്ലസിൻ്റെ എടുക്കണം. ക്ലിയർ? അപ്പോൾ ജനറൽ റിസർവോ ക്യാപിറ്റൽ റിസർവ് ഒക്കെ ഉണ്ടെങ്കിൽ റിസർവ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ റിസർവിൻ്റെയും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. ക്ലിയർ? അതുപോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിനെയും ചെയ്യണം. ക്ലിയർ? ഇനി റിസർവ്സും തന്നിട്ടുണ്ട്, സർപ്ലസും തന്നിട്ടുണ്ട്. ക്ലിയർ? എന്നിട്ട് പ്രോബ്ലത്തിൽ പറഞ്ഞ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ ഇത്രയാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? സർപ്ലസിനെ ലീവ് ചെയ്തിട്ട് ആദ്യം റിസർവിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക, തികയാത്ത എമൗണ്ട് മാത്രം സർപ്ലസിലേക്ക് എടുക്കുക. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ. ദെൻ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എടുക്കുകയാണ്. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് ഒന്നാമത്തെ വർക്കിംഗ് നോട്ടാണ്. നമ്മൾ ചെയ്യുമ്പോൾ വർക്കിംഗ് നോട്ടിൽ ആദ്യം വരുന്ന കാൽക്കുലേഷനാണ് എന്ത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ 2 പോർഷനാക്കി ഡിവൈഡ് ചെയ്യണം. എന്താണത്? ദാറ്റ് ഈസ് ബിറ്റ്വീൻ കൺട്രോളിങ് പോർഷൻ ആൻഡ് നോൺ കൺട്രോളിങ് പോർഷൻ. അപ്പോൾ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നോട്ട് നമ്പർ 1 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എഴുതി താഴെ എന്ത് ചെയ്യണം? കൺട്രോളിങ് പോർഷൻ ഈക്വൽ ടു അല്ലേ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻറ്റു കൺട്രോളിങ് പെർസെൻറ്റേജ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കിട്ടി. ക്ലിയർ? അടുത്തത് എന്ത് ചെയ്യണം? നോൺ കൺട്രോളിങ് പോർഷൻ ഈക്വൽ ടു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻറ്റു നോൺ കൺട്രോളിങ് പെർസെൻറ്റേജ് ഇൻറ്റു അല്ലേ ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. ക്ലിയർ? ഇങ്ങനെ എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ദെൻ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അടുത്ത കാര്യമാണ് എന്ത്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടെത്തുക. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം? ഇവിടെയും ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. അത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടും ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത് തരാതെ പ്രീ അക്വിസിഷൻ നമ്മൾ പ്രോബ്ലത്തിൽ തന്നു, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ കുറിച്ചൊന്നും തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുത്തിട്ട് ആ റിസർവ്സ് ആൻഡ് സർപ്ലസ് നിന്ന് പ്രീ അക്വിസിഷനിലെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? പോസ്റ്റ് അക്വിസിഷൻ കിട്ടും. ക്ലിയർ? ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ സർപ്ലസ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 ലക്ഷം രൂപയുടെ സർപ്ലസ് നമ്മൾ അക്വിസിഷൻ മുമ്പുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള 4 ലക്ഷം എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. ഇങ്ങനെ പോസ്റ്റ് അക്വിസിഷൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? കൺട്രോളിങ് പോർഷനായിട്ടും നോൺ കൺട്രോളിങ് പോർഷനായിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ താഴെ നമ്മൾ നോട്ട് നമ്പർ 2 എഴുതി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റിസർവ്സും സർപ്ലസിൽ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അത് നോക്കും. ക്ലിയർ? അതുപോലെ തന്നെ സർപ്ലസ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നോക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തെങ്കിൽ അത് നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എമൗണ്ട് വർക്കൗട്ട് ചെയ്യുന്നു. ക്ലിയർ? ദെൻ ആ കിട്ടുന്ന പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ ഇൻറ്റു കൺട്രോളിങ് പെർസെൻറ്റേജ്. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ പോർഷൻ, നോൺ കൺട്രോളിങ് പോർഷൻ എഴുതിയിട്ട് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻറ്റു
നോൺ കൺട്രോളിങ് പെർസെൻറ്റേജ്. അപ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ എമൗണ്ട് കിട്ടും. ഈ രണ്ട് എമൗണ്ട് ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, NCI. ക്ലിയർ? ഇപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോട്ട് നമ്പർ 3 എന്ന് എഴുതും നമ്മൾ. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അത് നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ ക്ലാസ്സിലൂടെ നോക്കി അല്ലേ, എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് വരിക? അപ്പോൾ നോൺ കൺട്രോളിങ് പോർഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ നോൺ കൺട്രോളിങ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, നോൺ കൺട്രോളിങ് പോർഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടും. ക്ലിയർ? ഇനി ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സിന്റെ ബേസിലാണ് എടുക്കണമെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ്. ക്ലിയർ? അപ്പോൾ പ്രോബ്ലത്തിൽ വ്യക്തമായിട്ട് എന്താണ് തന്നിരിക്കുന്നുണ്ടാവും. ക്ലിയർ? നെറ്റ് അസറ്റ്സിന്റെ ഫെയർ വാല്യൂ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അതർവൈസ് എന്ത് ചെയ്യണം? ഇത് നെറ്റ് അസറ്റ് തന്നെയാണ് അല്ലേ, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ്. ക്ലിയർ? സോ അങ്ങനെ എടുക്കാം. അപ്പോൾ NCI നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, ദിസ് ഈസ് നോട്ട് നമ്പർ 3 ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? നോട്ട് നമ്പർ 4 അല്ലേ, നാലാമത്തെ നമ്മൾ പ്രധാനമായിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ഓൺ കൺസോൾട്ടേഷൻ സമയത്ത് ബിസിനസ് അക്വിസിഷൻ വരുമ്പോൾ ബിസിനസ് കോമ്പിനേഷൻ സമയത്ത് ഉണ്ടായിട്ടുള്ള ഗുഡ് വിൽ എത്രയേ, ആ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഗുഡ് വില്ലിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ഫെയർ വാല്യൂ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആദ്യം എടുക്കും. അതിന് എന്ത് കൊടുക്കുന്നു? നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലേ, കൺട്രോളിങ് പോർഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നോ എടുക്കുന്നു. പിന്നെയോ അതുപോലെ തന്നെ കൺട്രോളിങ് പോർഷൻ ഓഫ് ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എടുക്കുന്നു. ഇതൊന്ന് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഗുഡ് വിൽ എന്ന് പറയും. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറയും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അനദർ കാൽക്കുലേഷൻ. 4 കാൽക്കുലേഷനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ഇൻ ടു ബിറ്റ്വീൻ കൺട്രോളിങ് ആൻഡ് നോൺ കൺട്രോളിങ്. രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് പറഞ്ഞു, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കാൽക്കുലേഷൻ എന്താ? NCI കാൽക്കുലേറ്റ്. നാലാമത്തെ എന്താ? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്? ഇവിടെ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല, പക്ഷെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സെറ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ പാരന്റ് കമ്പനി വിത്ത് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി subsidiary company. Clear? So set off, eliminate the investment of parent company balance sheet ഉള്ള ഇൻവെസ്റ്റ്മെന്റിനെ പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലുമായിട്ട് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ക്ലിയർ? അപ്പോൾ അവിടെ ഡെബിറ്റ് ബാലൻസ് മൂവും ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് മൂവും. ക്ലിയർ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ആവും. അപ്പോൾ അതിനുവേണ്ടി സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ holding company shall be set off with the share capital of the subsidiary company. Clear? Okay. ഇതാണ് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം. അത് കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. ക്ലിയർ? നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എലിമിനേറ്റ് ഇന്റർ കമ്പനി ഓയിങ്സ്. ക്ലിയർ? ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുമായിട്ട് ഉണ്ടാവുന്ന കടങ്ങളെ അല്ലേ, കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ളതിനാണ് നമ്മൾ ഇന്റർ കമ്പനി ഓയിങ്സ്, ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെ ഒരു മ്യൂച്വൽ ഓയിങ്സ് ഉണ്ടെങ്കിൽ, മ്യൂച്വൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് സംഭവിക്കാം? മ്യൂച്വൽ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടാവും, മ്യൂച്വൽ ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാവും. എന്താ ഈ മ്യൂച്വൽ അസറ്റ്സിൻ്റെയും ലയബിലിറ്റിയുടെ പ്രത്യേകത? ഫോർ എക്സാമ്പിൾ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും. ഹോൾഡിംഗ് കമ്പനിയിൽ അസറ്റ്സ് ഉണ്ടാവും അല്ലേ. ഈ ഹോൾഡിംഗ് കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ സബ്സിഡറി കമ്പനി അത് ലയബിലിറ്റി ആയിരിക്കും. ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡി നിന്ന് കിട്ടാനുണ്ടെന്ന് വിചാരിക്കുക എമൗണ്ട്. ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചുള്ള അസറ്റാണ്, സബ്സിഡറി കമ്പനിയെ സംബന്ധിച്ചുള്ള അത് ലയബിലിറ്റിയാണ്. ക്ലിയർ? അതുപോലെ തിരിച്ചും വരാം അല്ലേ. ഹോൾഡിംഗ് കമ്പനി സബ്സിഡി കമ്പനിക്ക് എമൗണ്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അത് ഹോൾഡിംഗ് കമ്പനിക്ക് ലയബിലിറ്റി ആയിരിക്കും, സബ്സിഡറി കമ്പനിക്ക് അത് അസറ്റ് ആയിരിക്കും. ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് മ്യൂച്വൽ അസറ്റ്സും മ്യൂച്വൽ ലയബിലിറ്റീസും ഉണ്ടെങ്കിൽ അല്ലേ, ഒരേ ഗ്രൂപ്പല്ലേ, ഒരേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കമ്പനി അല്ലേ, അതുകൊണ്ട് രണ്ട് ഭാഗത്തും വീണ്ടും അസറ്റ്സും ലയബിലിറ്റിയും വീണ്ടും കാണിക്കണോ? വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ക്യാൻസൽ ചെയ്യണം. സോ വി നീഡ് ടു എലിമിനേറ്റ് ദീസ് ഇന്റർ കമ്പനി അസറ്റ്സ് ആൻഡ് ഇന്റർ കമ്പനി ലയബിലിറ്റീസ്. രണ്ട് കമ്പനിയും മ്യൂച്വലായിട്ട് വരുന്ന
അസറ്റ്സും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അസറ്റ്സും വേറൊരു ഭാഗത്ത് ലയബിലിറ്റിയും വരുന്നുണ്ടെങ്കിൽ രണ്ട് രീതി നാം പരസ്പരം ക്യാൻസൽ ചെയ്യണം. അതിനെ കൺസോളിഡേഷൻ ചെയ്യുമ്പോൾ എടുക്കാൻ പാടില്ല. ഓക്കെ, ആഡ് അപ്പ് ദി അസറ്റ്സ് ഓഫ് ദി പാരന്റ് കമ്പനി ആൻഡ് സബ്സിഡറി. ഇനി എന്ത് ചെയ്യണം, ബാക്കിയുള്ള അസറ്റ്സിനെ നമ്മൾ സബ്സിഡറി കമ്പനിയുടെയും പാരന്റ് കമ്പനിയുടെ അസറ്റ്സിനെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇവിടുത്തെ PPA അവിടുത്തെ PP കൊണ്ട് ആഡ് ചെയ്യുക. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള മറ്റുള്ള സ്റ്റോക്കിനെ അവിടുത്തെ സ്റ്റോക്ക് കൊണ്ട് ആഡ് ചെയ്യുക. ഇവിടുത്തെ ബാങ്ക് ബാലൻസിനെ അവിടുത്തെ ബാങ്ക് ബാലൻസുമായിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്ത് കാണിക്കണം. ക്ലിയർ? ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ ഐറ്റംസ് ആയിട്ട് ഓരോന്നും ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ ആഡ് അപ്പ് ദി ലയബിലിറ്റീസ് ഓഫ് പാരന്റ് കമ്പനി. അതുപോലെ പാരന്റ് കമ്പനിയുടെ ലയബിലിറ്റീസിനെയും എന്തുപോലെ പാരന്റ്സും സബ്സിഡറി കമ്പനിയുടെ ലയബിലിറ്റിയും അതാത് ഹെഡിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സ് വരുമ്പോൾ പാരന്റ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് പ്ലസ് സബ്സിഡറി കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്. ക്ലിയർ? ഡിബഞ്ചർ ഉണ്ടെങ്കിൽ പാരന്റ് കമ്പനിയുടെ ഡിബഞ്ചർ പ്ലസ് സബ്സിഡറി കമ്പനിയുടെ ഡിബഞ്ചർ. ക്ലിയർ? ലോൺ ഉണ്ടെങ്കിൽ പാരന്റ് കമ്പനിയുടെ ഡിബഞ്ചർ പ്ലസ് സബ്സിഡറി കമ്പനിയുടെ ലോൺ. ഇങ്ങനെ ആഡ് ചെയ്ത് കാണിക്കുന്നു. ക്ലിയർ? ദെൻ ഇനി ഒരു കമ്പനിക്ക് ഒരു ഐറ്റം ഉണ്ട്, വേറൊരു കമ്പനിക്ക് ഐറ്റം ഇല്ല. അപ്പം എന്ത് ചെയ്യും നമ്മൾ, അത് മാത്രം ഉള്ള കമ്പനിയുടെ മാത്രം കാണിക്കും. ക്ലിയർ? സോ ആ രീതിയിൽ നമുക്ക് കാണിക്കാം. ദെൻ ഫൈൻഡ് ഔട്ട് ദ കൺട്രോളിങ് പോർഷൻ ഓഫ് ദി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലെ കൺട്രോളിങ് പോർഷൻ നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള കൺട്രോളിങ് പോർഷന് സബ്സിഡറി കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിക്കുള്ള പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ പോർഷനെ അല്ലേ, അതിനെ എന്ത് ചെയ്യുന്നു, ആൻഡ് ആഡ് ഇറ്റ് അലോങ് വിത്ത് ദ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് പാരന്റ് കമ്പനിയുടെ റിസർവ്സും സർപ്ലസും ആയിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതിനെ കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഉൾപ്പെടുത്തില്ല. ക്ലിയർ? ദാറ്റ് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐറ്റം ആയതുകൊണ്ട് അതിനെ ഗുഡ് വില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ക്ലിയർ? പക്ഷെ എന്തെടുക്കില്ല, കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പാരന്റ് കമ്പനിയുടെ ഇതിനോടൊപ്പം നമ്മൾ എടുക്കില്ല. ക്ലിയർ? പക്ഷേ റവന്യൂ പ്രോഫിറ്റിനെ, ഈ വർഷത്തെ പ്രോഫിറ്റിനെ, കൺട്രോളിങ് പോർഷനെ എന്ത് ചെയ്യുന്നു, റിസർവ്സ് ആൻഡ് സർപ്ലസിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന്. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് കൺട്രോളിങ് പോർഷൻ ഓഫ് ദി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണെന്ന് വിചാരിക്കുക. പാരന്റ് കമ്പനിക്ക് റിസർവ്സും സർപ്ലസ് ആയിട്ട് 5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പാരന്റ് കമ്പനിയുടെ റിസർവ്സും സർപ്ലസ് 5 ലക്ഷം രൂപയോടൊപ്പം ക്ലിയർ സബ്സിഡറി കമ്പനിയിൽ ഇവർക്കുള്ള പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഭാഗം പോർഷനായിട്ടുള്ള 50,000 രൂപ കൂടെ കൂട്ടുന്നു. ക്ലിയർ? രണ്ടും കൂടെ ചേർത്തിട്ട് 5,50,000 രൂപ എന്ന് കാണിക്കും. ക്ലിയർ? അപ്പോൾ അവിടെ എന്തെടുക്കുന്നില്ല, എല്ലാ പ്രോഫിറ്റും ലോസ് എടുക്കുന്നില്ല. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, സബ്സിഡിയുള്ള ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ഷെയർ ക്യാപിറ്റൽ വരും, മറ്റുള്ളതും വരും, റിസർവ്സ് വരും, സർപ്ലസ് വരും അല്ലേ. അതുകൊണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ക്ലിയർ റവന്യൂ പ്രോഫിറ്റിൻ്റെ പോർഷൻ മാത്രമേ റിസർവ്സും സർപ്ലസിൽ ആഡ് ചെയ്യുള്ളൂ. ഇൻകോർപ്പറേറ്റ് ദ വാല്യൂസ് ഓഫ് NCI ആൻഡ് ഗുഡ് വിൽ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതുപോലെ അടുത്ത വരുന്ന സ്റ്റെപ്പ് എന്താണ്, ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റ് വാല്യൂസ് ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഗുഡ് വിൽ. നമ്മൾ നേരത്തെ നോട്ട് നമ്പർ 3, 4 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെയും ഗുഡ് വില്ലിൻ്റെയും എമൗണ്ടിനെ ക്ലിയർ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡുമായിട്ട് എന്ത് ചെയ്യുക, കാണിക്കുക. എങ്ങനെയാണ് കാണിക്കുക, നമുക്കറിയാം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇക്വിറ്റി എഴുതിയ ശേഷം ഷെയർ ക്യാപിറ്റൽ റിസർവ്സും സർപ്ലസ് എഴുതിയ ശേഷം ഒരു സെപ്പറേറ്റ് ലൈൻ ഐറ്റമായിട്ട് അതർ ഇക്വിറ്റി ആയിട്ട് അതിനെ കാണിക്കുന്നു. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ക്ലിയർ, അത് സബ്സിഡറി കമ്പനിയിൽ അല്ലെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർസാണ് അല്ലേ, ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി പോർഷനാണ്. അതുകൊണ്ട് അത് ഇക്വിറ്റി തന്നെയാണ്, പക്ഷേ നമ്മുടെ ഇക്വിറ്റി അല്ലാത്തതുകൊണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റിയുടെ താഴെ കൂട്ടിയിട്ടല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ക്ലിയർ? അതെ. ഗുഡ് വിൽ എന്ത് ചെയ്യും, അസറ്റ് സൈഡ് ഫിക്സഡ് അസറ്റ്സ് എല്ലാം എഴുതിയ ശേഷം അല്ലേ, PP നോൺ കറണ്ട് അസറ്റ്സ് ഒക്കെ എഴുതിയ ശേഷം താഴെ എന്ത് ചെയ്യുന്നു, നോൺ കറണ്ട് അസറ്റ്സിൽ PPയുടെ അടിയിൽ താഴെയായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഹെഡിൽ കാണിക്കും. ക്ലിയർ? സോ ഇങ്ങനെ അസറ്റ്സും ലയബിലിറ്റീസും NCIയും ഗുഡ് വില്ലും കാണിച്ചു. ദെൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ഇതിനനുസരിച്ച് എന്ത് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്കത് ടാലി ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് കൺസോൾട്ടേഷൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ. ഓക്കെ, നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുന്നത്, 2 തരത്തിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്,
ഒരു പാരന്റ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ 100% ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, ക്ലിയർ, ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സബ്സിഡറി ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കൺസോൾട്ടേഷൻ വരിക? അതുപോലെ തന്നെ പാർഷ്യൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഷെയർ ഹോൾഡിംഗ് ആണ് ഉള്ളതെങ്കിൽ, പാർഷ്യൽ കൺട്രോളിംഗ് ആണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് വരിക? ക്ലിയർ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള സബ്സിഡറിയുടെ കൺസോൾട്ടേഷനെ കുറിച്ചാണ്. ക്ലിയർ. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ക്ലിയർ. മറ്റേതിലാകുമ്പോൾ പാർഷ്യൽ ആയിട്ടുള്ള കൺട്രോളിംഗ് ആണ്, എന്ത് വരും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഇതാണ് എൻ്റെ വ്യത്യാസം.